എല്ലാവർക്കും KM TV-യുടെ വെസ്റ്റേൺ വയലിൻ ലെസൺ പാർട്ട് 42-ലേക്ക് സ്വാഗതം. ഞാൻ അജയകുമാർ ജി. ഇന്ന് നമ്മൾ ഇറ്റാ കോഹൻ വയലിൻ മെത്തേഡ് ബുക്കിലെ സ്റ്റെപ്പ് 21-ലുള്ള 54 ആൻഡ് 55 എക്സസൈസാണ് പഠിക്കുന്നത്. അതുകൂടാതെ പഴയ എക്സസൈസുകൾ ഒരു തവണ കൂടെ വായിച്ച് കാണിക്കണം എന്ന് ചിലരൊക്കെ അഭിപ്രായപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതേ ബുക്കിലെ തന്നെ എക്സസൈസ് 1 ആൻഡ് 2 ബിഗിനിങ്ങിലുള്ള അതും കൂടി ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ സ്റ്റെപ്പ് 21-ലെ 54th എക്സസൈസ് വായിക്കുമ്പോൾ ആദ്യം അതിൻ്റെ സ്കെയിൽ ഏതാണെന്ന് ചോദിച്ചാൽ എ മേജർ സ്കെയിലാണ്. 4/4 ആണ് അതിൻ്റെ ടൈമിങ്. എല്ലാ ബാറിലും 4 നോട്ട് വെച്ചുണ്ട്. കൂടാതെ ആദ്യത്തെ 2 ബാർ റെസ്റ്റാണ്. അത് നമ്മൾ ഇവിടെ വായിക്കുന്നില്ല, നമ്മൾ നേരെ എക്സസൈസിലേക്ക് വായിക്കുക. അപ്പോൾ എക്സസൈസിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം, അതിൽ 2 ഡോട്ട് ഇട്ടിട്ടുണ്ട്, എൻഡിലും 2 ഡോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് 2 തവണ വായിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതുകൂടാതെ ക്രോഷറ്റ് നോട്ട് ആദ്യത്തെ ബാറിലും രണ്ടാമത്തെ ബാറിലും അതിൻ്റെ മേളിൽ കൂടെ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട് വളഞ്ഞത്. അതിൻ്റെ അർത്ഥം അത് സ്ലെയർ ആണെന്നാണ്. ഇതുകൂടാതെ രണ്ടാമത്തെ ബാറിൽ ലാസ്റ്റിലത്തെ 2 നോട്ട് തമ്മിൽ കണക്റ്റും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെ ഒരു ഡോട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സ്പ്ലിറ്റ് സെക്കൻഡിന് അവിടെ ഒന്ന് ബ്രേക്ക് കൊടുത്തിട്ട് വേണം അത് നമ്മൾ വായിക്കാനെന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് വായിക്കുന്നത്. ഇനി എൻ്റെ കൈ നല്ലപോലെ ശ്രദ്ധിച്ചോണം. ഇതാ ഇത് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നമ്മൾ 55th എക്സസൈസ് ദ വികാർ ഓഫ് ബ്രേ എന്നുള്ള എക്സസൈസാണ് വായിക്കാൻ പോകുന്നത്. ഈ എക്സസൈസിൻ്റെ സ്കെയിൽ എന്ന് പറയുന്ന എ മേജറാണ്. 4/4 ടൈമിങ്. ആദ്യത്തെ ബാറിലെ 1 ബീറ്റ് റെസ്റ്റാണ്. രണ്ടാമത്തെ ബാറിൽ 4 ബീറ്റ് റെസ്റ്റ്. മൂന്നാമത്തെ ബാറിൽ 3 ബീറ്റ് റെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഈ മ്യൂസിക് തുടങ്ങുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. MF എന്താണ്, F എന്താണ്, ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നിങ്ങളത് എഴുതി വെച്ചിട്ട് വേണം പഠിക്കാൻ. അപ്പം നമുക്ക് എക്സസൈസിലേക്കൊന്ന് പോകാം. ഞാൻ അവിടെ റെസ്റ്റുള്ളിടം കൗണ്ട് ചെയ്യുന്നില്ല, നേരെ എക്സസൈസിലേക്ക് പോകാം. ഒന്ന് ആദ്യം കൗണ്ട് ചെയ്ത് കേൾപ്പിക്കാൻ. 1 1 2 3 4 1 2 അത് കഴിഞ്ഞിട്ടാണ് അടുത്ത നോട്ട് തുടങ്ങുന്നത്. അത്
B C B A B G A F G. അവിടം വരെ വായിച്ചിട്ട് നിങ്ങൾ കണ്ണ് കാണാൻ രണ്ട് കുത്തുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും ആദ്യം ആ രണ്ട് കുത്തുള്ളിടത്തു നിന്ന് തുടങ്ങണം. അതായത് ഇതുപോലാണ് ഇത് വായിക്കേണ്ടത്. അപ്പൊ ഇത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നന്നായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക. സ്ലോയിൽ തന്നെയാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമുക്കിനി അടുത്തത് ഇതിൻ്റെ ഒരു ഓൾ എക്സസൈസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് 1ഉം 2ഉം സ്റ്റെപ്പ് 1ലെ 1 ആൻഡ് സെക്കൻഡ് എക്സസൈസ് നമുക്കതൊന്ന് നോക്കാം. സ്റ്റെപ്പ് 1ൽ റിതം എക്സസൈസ് ആണ്. ഇത് പ്ലക്ക് ചെയ്തും വായിക്കാം, അല്ലാതെയും വായിക്കാം. അപ്പം റിതം എക്സസൈസ് ഡി മേജറാണ്. ആദ്യത്തെ ഫസ്റ്റ് 2 ബാർ അതിനകത്ത് റെസ്റ്റ് ആണ്. ടൈമിംഗ് 4/4. ഇതാ ഇതാണ് 1A. ഇനി അതിന്റെ ബി എക്സസൈസ്. ബിയിലും ലാസ്റ്റിലത്തെ ഒരു ലാസ്റ്റ് ബാർ, അതായത് 4th ബാറിൽ 3 നോട്ട് വന്നിട്ട് അത് റെസ്റ്റാണ്. പിന്നെ ബോ എടുത്തെടുത്ത് വായിക്കണം താപ്പോട്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ എക്സസൈസ് 1C അത് നോക്കാം. നമുക്ക് ഇനി 1D.
അപ്പോൾ ഈ എക്സസൈസ് വായിക്കേണ്ടതിന് ഒരു രീതിയുണ്ട്. ഞാനത് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടു കാണും, ആദ്യത്തെ 1A ഫസ്റ്റ് ലൈനിൽ 2 കുത്തുണ്ട്, 1Dയുടെ എൻഡിലും ഒരു കുത്തുണ്ട്. അപ്പോൾ അത് വായിക്കേണ്ടത് ഇങ്ങനെ വായിക്കണം. നമ്മളെന്താ ഇതേപോലെ വേണം വായിക്കാൻ. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാനുള്ള എക്സസൈസാണ്. ഇനി നമുക്ക് സെക്കൻഡ് എക്സസൈസ് ഒന്ന് നോക്കാം. അതിനും സെക്കൻഡ് എയും ബിയും സിയും 3 ഉണ്ട്. സെയിം ഇത് വന്നിട്ട് ജി മേജറാണ്. ഒരു ഷാർപ്പേ ഉള്ളൂ ആ ജി ക്ലഫ് കഴിഞ്ഞ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ ജി മേജറാണ് സ്കെയില്. 4/4 ടൈം. ആദ്യത്തെ 2 ബാർ റെസ്റ്റ്. ഞാൻ ഡയറക്റ്റ് ഇത് വായിച്ചു പോവാണ്. ഇതെല്ലാം ഡി ആണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഡിയിലെ ക്രോഷറ്റ് ഡി ഉണ്ട്. കറുത്ത ഹെഡും കറുത്ത സ്റ്റെമ്മുമായിട്ട് കാണുന്നതെല്ലാം ക്രോഷറ്റ് 1 ബീറ്റാണ്. വൈറ്റ് ഹെഡ് വിത്ത് ബ്ലാക്ക് സ്റ്റെമ്മ് കാണുന്നത് 2 ബീറ്റാണ്. പിന്നെ റെസ്റ്റുമുണ്ട്. അതെങ്ങനെ വായിക്കണം നോക്കാം. 2 തവണ വായിക്കണം. ഇപ്രാവശ്യം ഞാനത് നോട്ട് ഏതാണെന്ന് പറയുന്നില്ല. ഇതാ തീർന്നു. ഇതേ രൂപത്തിൽ ഈ എക്സസൈസ് വായിച്ച് പഠിക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് ചോദിക്കാം. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ തൊണ്ടയ്ക്കൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഓരോ അസുഖം ബാധിച്ചിരിക്കുകയാണ്. അത് എനിക്കും കിട്ടി. അതാണ് ഈ അടഞ്ഞ ശബ്ദം. അത് ദയവായിട്ട് നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഇതിൻ്റെ അടുത്ത എക്സസൈസുമായി കാണുന്നിടം വരെ എല്ലാവരോടും തൽക്കാലത്തേക്ക് ഞാൻ വിട ചൊല്ലുന്നു. നന്ദി, നമസ്കാരം.